ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു നാടൻ സ്റ്റൈല് നല്ല കുറുകിയ ബീഫ് കറി ഉണ്ടാക്കിയെന്നേ. കുക്കറിൽ ഉണ്ടാക്കുന്നില്ല. ഇത് സാധാ ഒരു പാത്രം, ഒരു ചട്ടീൻ്റെ ഒരു സ്റ്റൈല് പാത്രം, ഇത് നോൺ സ്റ്റിക്കിൻ്റെ. അതിൽ വെച്ച് വേവിക്കാൻ ഒരു 1.25 മണിക്കൂറിലധികം എടുത്തിന് കേട്ടോ. ഈ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ചെറിയ തീയാക്കിയിട്ട് ഗ്യാസിൽ വെച്ചതാണ്. 1/2 കിലോ ബീഫിന് വേണ്ടി ഞാൻ ചെറിയ ഒരു മീഡിയം സൈസ് 2 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും നന്നായി മൂപ്പിച്ചെടുത്ത്, ഈ ബീഫ് ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് വേവുന്നതുകൊണ്ട് തന്നെ ഉള്ളി നന്നായി വാഴണമെന്നൊന്നുമില്ല. പക്ഷേ കുറച്ച് വാട്ടി വേവിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും ഉണ്ടാവും. അതെല്ലാം മൂത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി എപ്പോഴും കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ എടുക്കൽ. മറ്റേ എരിവുള്ളത് ഉപയോഗിക്കലില്ല. അപ്പോൾ അതും എരിവിന് വേണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്, വേണേൽ പച്ചമുളക് ഇടാം. ഞാൻ ഇതിൽ പച്ചമുളക് ഇടൂല. ഞാനെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി ഇട്ട്, പെരുംജീരകത്തിൻ്റെ പൊടിയെ ഇട്ടിനെ. തക്കാളി ഇട്ട് ഉപ്പ് ഇട്ട് നന്നായി വാടിയ ശേഷം ഇറച്ചി ഇട്ട് ആവശ്യത്തിന് വെള്ളം, അതായത് 1 മണിക്കൂർ എടുത്ത് വേവേണ്ടതല്ലേ, അതുകൊണ്ട് വേവാനുള്ള വെള്ളം വെക്കണം. 10 മിനിറ്റ് വേണേൽ വെള്ളം വറ്റിച്ചാലും ബീഫ് വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യില്ല. കുറച്ച് നന്നായി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ബീഫ് കുറുകിയ കറിയാണ് കേട്ടോ. അടിപൊളി. എല്ലാ ദോശക്കും, പത്തലിന്, നെയ്പ്പത്തൽ, നെയ്ച്ചോറ് എല്ലാത്തിനും മാച്ച് ആവുന്ന സൂപ്പർ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കുറച്ച് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. ഈ ഇറച്ചി ഒരു 3/4 ഭാഗം വന്നതിന് ശേഷം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. അത് വേണ്ടാത്തവർക്ക് ഇടണ്ട, അതൊരു ഓപ്ഷന്. നല്ല ടേസ്റ്റല്ലേ കഴിക്കുമ്പോൾ. എന്നാൽ വീണ്ടും പറയുന്നു, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കറിയെല്ലാം വെന്ത് കഴിഞ്ഞ് ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണേ.